നമ്മുടെ ഊട്ടി ട്രിപ്പിന്റെ തേർഡ് പാർട്ടാണിത്. ഊട്ടിയിൽ രണ്ടാമത്തെ ദിവസമായി ഇന്ന് ടൈറ്റ് ഷെഡ്യൂളാണ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡും കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോഴാണ് നമ്മുടെ റോയൽ സാൻഡ് പാർക്കിംഗിൽ നമ്മുടെ അയൽവാസിയായ കുറുമ്പനെ കണ്ടത്. അങ്ങനെ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിരുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാരെല്ലാം റെഡി ആയിട്ട് ഉടനെ തന്നെ വണ്ടിയിലേക്ക് രാവിലെ ഇഡലി ഇട്ടാത്ത വിഷമത്തിൽ റൂണി ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇഡലിക്കത്തേക്ക് പറഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ അയൽവാസിയായ അടുത്ത ചെറുക്കനെ കാണുന്നത്. ക്യൂൺ ബസ്സിലെ ക്ലിപ്പായി നമ്മുടെ റൂമിലാണ് ഇന്നലെ കിടന്നത്. അവ ഇന്നലെ മുതലേ പറയുന്നതാണ് അവന്റെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അവനെ നോക്കിയാണ് വീഡിയോ എടുത്തത്. പക്ഷെ അവനെ കണ്ടില്ല. അങ്ങനെ അവനെ കാണാത്ത വിഷമത്തിൽ പോയപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. പൈക്കര വാട്ടർഫാൾസിലേക്ക് നമ്മുടെ ബസ് നിർത്തുന്ന ഒരു 300 മീറ്റർ നടക്കാൻ. 300 മീറ്റർ അല്ല 300 കിലോമീറ്റർ ആയാലും നമ്മുടെ കൂടെ വന്ന ആൾക്കാർ നടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. അങ്ങനെ നമ്മുടെ അമ്മമാരെയും അപ്പൂമാരെയും കൊച്ചു പിള്ളേരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഞാൻ നടന്ന് നമ്മൾ നേരെ പോവുകയാണ് നമ്മളെ പൈക്കര വാട്ടർഫാൾസിലേക്ക്. നമ്മുടെ പിള്ളേരാണെങ്കിൽ തണുത്ത് വിറച്ച് കൈയും കേട്ടി നമ്മുടെ പിറകെ വരുന്നുണ്ട്. ഈ കാണുന്ന സീനറിയാണ് പൈക്കരയുടെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് 300 മീറ്റർ അല്ല 300 കിലോമീറ്റർ നടക്കേണ്ടി വന്നാലും അത് വെറുത്ത് തന്നെ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പൈക്കരയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുക. ഇഡലി ഇട്ടാത്തിന്റെ വിഷമം മുഖത്തുണ്ടെങ്കിലും ക്യാമറ കണ്ടപ്പോൾ റൂണി ചിരിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ പുറത്തും പട്ടാപ്പകലും ഉറങ്ങി വീഴുകയാണ്. വണ്ടിയുടെ സൈഡിൽ ജാക്കറ്റ് പോയിട്ട് പീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഇന്നത്തെ. ഇവനാണ് നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്തതെന്നും ട്രിപ്പിൽ മുഴുവൻ നമ്മുടെ കൂടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവൻ തന്നെ. അങ്ങനെ അവരെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അയൽവാസിയായ അടുത്ത ചെറുക്കനെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. സഞ്ജുവിന്റെ കളർ കൊണ്ട് കണ്ടപ്പോഴേ നമ്മൾ സ്പോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. വണ്ടിയുടെ 4 സൈഡിൽ ഒരു പോറല് പോലും ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്തു. ഒരാൾക്ക് 75 രൂപ ചിലവാക്കി ടിക്കറ്റ് എടുത്ത് നമ്മൾ ആൾക്കാരെ കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് റോസ് ഗാർഡൻ ആണ്. നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയ സമയം കൊണ്ട് ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് എല്ലാം സെറ്റ് ആക്കിയാണ്. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനും കാണിച്ച് അടുത്ത് പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ പാർക്കിംഗ് ആണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. കാരണം ഊട്ടിയിൽ വന്നിട്ടുള്ള എല്ലാ വണ്ടികളും അന്ന് വൈകുന്നേരം ആകുമ്പോൾ പാർക്കിങ്ങിലെത്തും. അങ്ങനെ പാർക്കിങ്ങിലെത്തിയ എല്ലാ വണ്ടിക്കാരോടും പോയി സംസാരിച്ചിട്ട് നമ്മൾ രാത്രി നേരെ തിരിച്ച് നാട്ടിലേക്ക് വരിക. നമ്മുടെ സ്വന്തം മോഗ്ര ടൂർ പ്ലാനേഴ്സിന്റെ പാക്കേജുമായിട്ട് നന്ദുവിന് 34 സീറ്റിലാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാവുന്നതിൽ മാക്സിമം സർവീസ് വണ്ടിയുടെ ഭാഗത്ത് നിന്നായാലും പാക്കേജിന്റെ ഭാഗത്ത് നിന്നായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും മൗത്ത് പബ്ലിസിറ്റി വെച്ച് നമുക്ക് വീണ്ടും ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ടൂർ പാക്കേജിന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വണ്ടികളുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് കൂടണേ.